പ്രാർത്ഥന എന്താണ്? ഹൃദയം ദൈവത്തിൻ്റെ സന്നിധി പകരുന്നതാണ്. അതിന് ശബ്ദമൊന്നും വേണ്ട, അതിന് കോലാഹലമൊന്നും വേണ്ട, അതിന് ഈണമൊന്നും വേണ്ട, അതിന് ട്യൂണും മ്യൂസിക്കും ഒന്നും വേണ്ട. വന്നിരുന്നാൽ മതി. ഹൃദയം അങ്ങോട്ട് കൊടുത്താൽ അത് 2 കരവും നീട്ടി മേടിക്കുന്ന സ്വർഗത്തിലെ ഒരു ദൈവമുണ്ട്, മനസ്സലിവുള്ള ഒരു ദൈവമുണ്ട്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ മനസ്സിലേക്കും ദൈവത്തിൻ്റെ മനസ്സിനെ എൻ്റെ ഹൃദയത്തിലേക്ക് പകരുന്നതുമാണ് പ്രാർത്ഥന. മാതാപിതാക്കളെ, ആദ്യത്തെ പ്രാർത്ഥനാ പുസ്തകം ഈ വിശുദ്ധ വേദപുസ്തകം തന്നെയാണ്. ലോകത്തിലെ ആദ്യത്തെ പ്രാർത്ഥനാ പുസ്തകം ഈ വിശുദ്ധ വേദപുസ്തകം തന്നെയാണ്. പഴയ നിയമമായാലും പുതിയ നിയമമായാലും കൊള്ളാം, ദൈവം മനുഷ്യനോടും മനുഷ്യൻ ദൈവത്തോടും സംസാരിക്കുന്നതാണ് വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം. പഴയ നിയമമായാലും പുതിയ നിയമമായാലും ദൈവം മനുഷ്യനോടും മനുഷ്യൻ ദൈവത്തോടും സംസാരിക്കുന്നതാണ് വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം. കർത്തൃപ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ 2 ആശയമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, മകനെ മകളെ, നീ ചോദിക്കുന്നതെന്തും നിന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് തരുമെന്നുള്ളതാണ്. മകനെ മകളെ, നീ ചോദിക്കുന്നതെന്തും നിന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് തരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ലോകത്തിലെ അപ്പൻ്റെ മുമ്പാകെ ഒരു മകൻ വന്നു നിൽക്കുമ്പോൾ, അവൻ്റെ മുഖം കാണുമ്പോൾ അവൻ്റെ ഹൃദയം അറിഞ്ഞ് ഈ ലോകത്തിലെ അപ്പൻ മകനോട് പ്രവർത്തിക്കുന്നത് പോലെ, മകനെ മകളെ, സ്വർഗത്തിലെ അപ്പൻ്റെ മുമ്പാകെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നിന്റെ ഹൃദയം ദൈവം അറിഞ്ഞിട്ട് നിന്റെ ആഗ്രഹത്തെയും നിന്റെ ആവശ്യത്തെയും സ്വർഗത്തിലെ തമ്പുരാൻ സഫലമാക്കുന്നു എന്നുള്ളതാണ്. രക്തസ്രാവക്കാരി സ്ത്രീ വലിയ ജനസമൂഹത്തിന്റെ നടുവിൽ തമ്പുരാന്റെ വസ്ത്രത്തിന്റെ അഗ്രത്തിൽ തൊടുകയാണ്. അവളുടെ സങ്കടം അവൾ കർത്താവിനോട് പറഞ്ഞില്ല. അവളുടെ സങ്കടം അവൾ കർത്താവിനോട് പറഞ്ഞില്ല. പറയാതെ തന്നെ അവളുടെ സങ്കടം കർത്താവ് കണ്ടിട്ട് ഉള്ളിൽ അറിഞ്ഞിട്ട് സൗഖ്യം കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഓർക്കുക മാതാപിതാക്കളെ, ചോദിക്കാതെ തന്നെ നിന്റെ ആഗ്രഹങ്ങളെ സഫലമാക്കുന്ന ഒരു ദൈവം, ചോദിക്കുന്നതെന്തും നിന്റെ ജീവിതത്തിൽ സഫലമാക്കുന്ന ഒരു സ്വർഗത്തിലെ തമ്പുരാൻ. പക്ഷെ പലരുടെയും പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്. ബലഹീനനാകുന്ന എൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരം പോലെയല്ല നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരം. ഇവിടെ 300 പേര് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ 300 പേരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് 300 തലത്തിലാണ്. അതായത് ഓരോ മനുഷ്യൻ്റെയും മനോനിലയ്ക്കനുസരിച്ചാണ് അവനവൻ്റെ പ്രാർത്ഥനയ്ക്ക് ആരുത്തരം നൽകുന്നത്? ദൈവ ഉത്തരം നൽകുന്നത്. വൈരാഗ്യ ബുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരത്തില്ല. പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവ ഉത്തരം നൽകത്തില്ല. സ്വാർത്ഥതയോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവ ഉത്തരം നൽകത്തില്ല. മറ്റുള്ളവൻ്റെ നൊമ്പരങ്ങൾ എൻ്റെയും കൂടി നൊമ്പരമാണെന്ന് ബോധ്യമുള്ളവൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ദൈവ ഉത്തരം തരത്തുള്ളൂ. മനസ്സിലാകുന്നു? ഒരു രോഗി വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ്റെ രോഗം എൻ്റേതാണെന്നൊരു ബോധ്യമുണ്ടാകണം. ഒരു വികലാംഗൻ വന്ന് നിൽക്കുമ്പോൾ, തമ്പുരാനെ, ഇങ്ങനെ ഒരു അവസ്ഥ എനിക്കും ഉണ്ടാകാമായിരുന്നു എന്നൊരു ബോധ്യമുണ്ടാകണം. മറ്റുള്ളവൻ്റെ സങ്കടം, മറ്റുള്ളവൻ്റെ കഷ്ടത കാണുമ്പോൾ നമ്മുടെ ഹൃദയവും ഒന്ന് പിടയ്ക്കണം. അങ്ങനെയുള്ളവൻ്റെ പ്രാർത്ഥന, കരുണയുള്ളവൻ്റെ, മനസ്സലിവുള്ളവൻ്റെ, ദയവുള്ളവൻ്റെ പ്രാർത്ഥന മാത്രമേ യഹോവയാകുന്ന ദൈവം കേൾക്കുകയുള്ളൂ, കാണുകയുള്ളൂ, ഉത്തരം നൽകുകയുള്ളൂ. അതിൽ തന്നെയുണ്ട്, പ്രാർത്ഥന മാത്രം പോരാ, പ്രവൃത്തിയും കൂടി വേണം. എന്നും കുർബാന ചൊല്ലിയാൽ മാത്രം പോരാ, പ്രവൃത്തിയും കൂടി വേണം. എന്നും കുർബാന അനുഭവിച്ചാൽ മാത്രം പോരാ, നല്ല പ്രവൃത്തിയും കൂടി വേണം. ഉണ്ടായ ഒരു ജീവിതാനുഭവമുണ്ട്. എൻ്റെ നന്മയുടെ വലിപ്പത്തെക്കുറിച്ചുള്ളൊരു ബോധ്യമല്ല, എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു ജീവിതാനുഭവം. വഴിയരികെ ഇങ്ങനെ കാറിൽ സഞ്ചരിക്കുന്ന സമയം കൂനിയായൊരു വല്യമ്മ ഇങ്ങനെ അവശയായി റോഡരികിൽ കൂടി സഞ്ചരിക്കുകയാണ്. കാറ് ചേർത്ത് നിർത്തി ഒരു 100 രൂപ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ 2 കൈയും കൂപ്പി മനസ്സ് നിറഞ്ഞ്
കണ്ണ് നിറഞ്ഞിട്ട് എന്നോട് പറയുകയാ, അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന്. ആരെങ്ങനെ അനുഗ്രഹിക്കും? ആരെങ്ങനെ അനുഗ്രഹിക്കും? കൈകൂപ്പി ആരാണ് ദൈവം? ആരാണ് ദൈവം? ഓർക്കാപ്പുറത്ത് അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. ഓർക്കാപ്പുറത്ത് അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. ഒരു നിമിഷം ആ സ്ത്രീ എൻ്റെ മുമ്പിൽ ദൈവമാകുകയായിരുന്നു. ഒരു നിമിഷമുണ്ടല്ലോ, ആ സ്ത്രീയുടെ മുമ്പിലും ഞാനും ഒരു ദൈവമാകുകയായിരുന്നു. ഒരു നിമിഷം ആ സ്ത്രീയുടെ മുമ്പിൽ ഞാനും ഒരു ദൈവമാകുകയായിരുന്നു. ഓർക്കാപ്പുറത്ത് ആളിനെ അറിയാതെ കൈ നീട്ടി അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ വിധവയാ, 4 വർഷക്കാലമായി ഭർത്താവ് മരിച്ചിട്ട് ഇതുവരെ ആരും സ്നേഹത്തോട് ഒരു തുള്ളി വെള്ളം, ഒരു കരുതൽ ആഹാരം തന്നിട്ടില്ല. സങ്കടമാ, ഒരു വിധവയുടെ സങ്കടമാ. അന്ന 7 വർഷക്കാലമുള്ള ദാമ്പത്യ ജീവിതത്തിന് ശേഷം അന്ന വാർദ്ധക്യത്തിൽ വരെയും ദേവാലയത്തിലായിരുന്നു. ഓരോ സ്ത്രീയും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ മനുഷ്യൻ ഇരിക്കുമ്പോഴേ ഉള്ളൂ വിലയില്ലാത്തത്, പോയി കഴിയുമ്പോഴേ വില എന്താണെന്ന് അറിയുകയുള്ളൂ. ഈ പുരുഷൻ ഇരിക്കുമ്പോൾ മാത്രമേ സ്ത്രീ നീ ഉടമസ്ഥനുള്ള അവസ്ഥ ഉണ്ടാകുന്നുള്ളൂ. പോയി കഴിഞ്ഞാൽ സ്ത്രീക്ക് പിന്നെ ഉടമസ്ഥനില്ല, പിന്നെ അവൾ വിധവയാണ്, പിന്നെ അവൾ വിധവയാണ്. ഭർത്താക്കന്മാരെ, പുരുഷന്മാരെ, നമ്മളും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നും നാളെയൊന്നും പോകേണ്ട, വാർദ്ധക്യമാകട്ടെ, ഈ ഭാര്യ ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ മേളോട്ട് ദൈവം എടുക്കാൻ പ്രാർത്ഥിക്കണം. മനസ്സിലാകുന്നോ? ഈ സ്ത്രീകൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ ആദ്യം ദൈവം മുകളിലോട്ട് എടുക്കാൻ പ്രാർത്ഥിക്കണം. കാരണം ഇവർ സഹിച്ചതുപോലെ, ഇവർ സ്നേഹിച്ചതുപോലെ, ഇവർ പോറ്റിയതുപോലെ ഈ ലോകത്തിൽ സമ്പന്നനായ ഒരു മകനും സമ്പന്നയായ ഒരു മകൾക്കും ഒരപ്പനെയും പോറ്റാൻ പറ്റത്തില്ല. ഒരപ്പൻ്റെ ഇഷ്ടം സഫലമാക്കാൻ പറ്റത്തില്ല. ഒരപ്പൻ്റെയും ആഗ്രഹങ്ങളെ സഫലമാക്കാനായിട്ട് പറ്റത്തില്ല. അത് പറ്റുന്നത് ഒറ്റ കഥാപാത്രത്തിന് മാത്രമേ ഉള്ളൂ. തമ്പുരാൻ തുണയായിട്ട് നൽകിയ സ്ത്രീ എന്ന് പറയുന്ന ഒറ്റ കഥാപാത്രത്തിന് മാത്രം. അതുകൊണ്ട് വിധവയായി കഴിയുമ്പോഴുണ്ടല്ലോ, ആരോരുമില്ല എങ്കിലും ഏത് സാഹചര്യത്തോടും ഒത്തൊരുമിച്ച് പോകാൻ തമ്പുരാൻ ഏതൊരു വിധവയ്ക്കും അതിൻ്റെ ഇരട്ടി കൃപകളെ കൊടുത്തിട്ടുണ്ട്. ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ ഒരിക്കലും ഒരു വിധവയും സങ്കടപ്പെടേണ്ട കാര്യമില്ല. മണവാട്ടിയായി ദേവാലയത്തിലേക്ക് വന്നു, മണവാളനായി ഭർത്താവ് വന്നുവെങ്കിൽ ഈ ലോകത്തിലെ മണവാളനാകുന്ന ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവൾ വിധവയെന്നറിയപ്പെടും. പിന്നെ സ്വർഗീയ മണവാളനാകുന്ന ക്രിസ്തു അവൾക്ക് എന്നും തുണയാകും. ഒരു വിധവയും ഒരിക്കലും സങ്കടപ്പെടുത്തരുത്. ഒരു വിധവയെയും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. അത് ശാപമാണ്, ദൈവദോഷമാണ്. യഹൂദൻ്റെ ന്യായപ്രമാണത്തിൽ ഒരു വിധവയെ കരുതിയാൽ അത് ദൈവത്തെ കരുതുന്നതിന് തുല്യം. വിധവയെ സങ്കടപ്പെടുത്തിയാൽ ദൈവത്തോട് കാണിക്കുന്ന ശാപമാണെന്ന ചിന്ത യഹൂദ നിയമം. അങ്ങനെയെങ്കിൽ നോക്കുക, ചിലരുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ ഓർക്കാപ്പുറത്ത് ചില ദൈവങ്ങളാകാനായിട്ട് പറ്റണം. കൊറോണ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, എത്ര കൂട്ടിവെച്ചിട്ടും ഒരു കാര്യമില്ല എന്നൊരു ബോധ്യം. എനിക്കറിയാവുന്ന കോടിപതിയാകുന്ന ഒരു മനുഷ്യൻ കൊറോണ വന്ന് മരിക്കുകയാണ്. അവസാനം ഹോസ്പിറ്റലിൽ നിന്ന് അടക്കാനായി, ക്രിമിനേഷൻ ചെയ്യാനായി ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദേവാലയത്തിൻ്റെ പടിഞ്ഞാറെ വാതിക്കലിൽ കൊണ്ടുവന്ന് ആംബുലൻസിൽ കിടത്തി ഒരു പുരോഹിതൻ ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും അടുത്ത് നിന്ന് ചെയ്തു കഴിയുമ്പോൾ കല്ലറയിലേക്ക് ക്രിമിനേഷൻ ചെയ്യാനായിട്ട് കൊണ്ടുപോകാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഭാര്യയോടും മക്കളോടും പറഞ്ഞു, അപ്പൻ്റെ മുഖം പ്ലാസ്റ്റിക് കവറിൽ നിന്ന് മാറ്റുന്ന സമയമാണ്, മുഖത്തോട് മുഖം നോക്കി ഒന്ന് യാത്രയാക്കുക. ദൈവത്തിൻ്റെ മഹാകരുണയാൽ അപ്പൻ്റെ മുഖം ഒന്ന് കാണാനോ 7 അയലത്ത് പോയൊന്ന് നിൽക്കാനോ ഭാര്യയും മക്കളും ഒരിക്കലും തയ്യാറായില്ല. ഇത്രയേ ഉള്ളൂ ബന്ധങ്ങൾ, ഇത്രയേ ഉള്ളൂ സ്നേഹങ്ങൾ. അങ്ങനെയെങ്കിൽ നോക്കുക മാതാപിതാക്കളെ, കൂട്ടിവച്ചിട്ട് ഒരു കാര്യവുമില്ല. ആധുനിക കാലഘട്ടത്തിൽ ഇല്ലാത്ത പണം കൂട്ടിവെച്ചിട്ട് നമ്മുടെ മക്കളെ വിദേശത്തേക്ക് വിടുവാനായി, കയറ്റി വിടുവാനായി നമ്മളെല്ലാം ആഗ്രഹിക്കുകയാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഒരു കാലഘട്ടത്തിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ സമ്പാദിച്ചു കൂട്ടിയ സമ്പത്തെല്ലാം വിദേശത്തേക്ക് പോയിരിക്കുന്ന മക്കൾ കഴുകൻ കണ്ണോടുകൂടി ഇരിക്കുകയാണ്. ഇവരൊന്ന് ചത്തിട്ട് വേണം ഇതൊന്ന് വിറ്റിട്ട് പോകാൻ. മനസ്സിലാകുന്നു? ജീവിച്ചിരിക്കുന്ന പ്രേതങ്ങളെ പോലെയുള്ള അപ്പനും അമ്മയും ഒരു കാലശേഷം കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് വിറ്റിട്ട് പോകാൻ. ഓർക്കുക, സ്വന്തം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന എൻ്റെ സ്വന്തം സഹോദരൻ എന്നെ ഒന്ന് സഹായിച്ചിരുന്നു എങ്കിൽ ഇന്നീ ദാരിദ്ര്യം എനിക്കുണ്ടാകത്തില്ലായിരുന്നല്ലോ. എൻ്റെ സ്വന്തം സഹോദരൻ്റെ കാര്യമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും സഹോദരങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ദൈവം തമ്പുരാൻ 5-6 മക്കളെ ദാനമായിട്ട് നൽകുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ സമ്പന്നനുണ്ടല്ലോ. ആ സമ്പന്നനാകുന്ന സഹോദരൻ താഴെയുള്ള സഹോദരങ്ങളെ ഒന്ന് കരുതിയിരുന്നുവെങ്കിൽ, സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഇന്നീ ദാരിദ്ര്യം എനിക്കുണ്ടാകത്തില്ലായിരുന്നല്ലോ. കൂട്ടിവെച്ചു, ഒരു ഈച്ച പോലും കയറരുത് എന്ന് വെയിൽ ഇങ്ങനെ അടുക്കി കെട്ടി സമ്പാദിച്ച സമ്പത്തെല്ലാം ഒരു തലമുറ കഴിയുമ്പോൾ നാട്ടുകാർ മുഴുവൻ കയറി ഇറങ്ങുന്ന ജീവിതാനുഭവം നമ്മൾ കാണുന്നില്ലേ? കൂട്ടിവച്ചിട്ട് എന്താണ് പ്രയോജനം? കൂട്ടിവച്ചിട്ട് ഒന്നും ഒരു കാര്യവുമില്ല. സമാധാനം ഉണ്ടോ എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് ജീവിതയാത്രയിൽ ആരെങ്കിലും ഒന്ന് കൈനീട്ടുമ്പോൾ, ആരെങ്കിലും ഒരു സഹായത്തിനായിട്ട് വരുമ്പോൾ അവനെ കണ്ടില്ല എന്ന് നമ്മൾ ഒരിക്കലും നിഷേധിക്കരുത്. ഇന്നത്തെ ദരിദ്രൻ നാളത്തെ സമ്പന്നനാണ്. ഇന്നത്തെ സമ്പന്നൻ നാളത്തെ ദരിദ്രനുമാണ്. സമ്പന്നനാകുന്ന എൻ്റെ മുമ്പാകെ ഏതെങ്കിലും ഒരു ദരിദ്രൻ്റെ മകൻ വന്ന് കൈ നീട്ടുമ്പോൾ ഞാൻ നിഷേധിച്ചാൽ നാളെ എൻ്റെ മകൻ ദരിദ്രനായിട്ട് ആ മനുഷ്യൻ്റെ ദരിദ്രനാകുന്ന മകനെ സമ്പന്നനാക്കി അവൻ്റെ മുമ്പാകെ കൈനീട്ടാൻ എൻ്റെ മകനെ ദൈവം ഇടയാക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഓർക്കേണ്ട ഒരു കാര്യം, പണം വന്നു കൂടുമ്പോൾ ആരുടെയും ദാരിദ്ര്യവും ഞെരുക്കവും കണ്ടില്ല എന്ന് നമ്മൾ നടിക്കരുത്. ആത്മീയതയുള്ളവന് കരുണയുണ്ടാകും, ആത്മീയതയുള്ളവന് ദയവുണ്ടാകും, ആത്മീയതയുള്ളവന് സഹായിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകും. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയും കൂടി വേണം. ഇനി അതിൽ തന്നെയുണ്ട്, പ്രാർത്ഥനയ്ക്ക് എപ്പോഴാണ് ദൈവം ഉത്തരം നൽകുന്നത്? പ്രാർത്ഥനയ്ക്ക് എപ്പോഴാണ് ദൈവം തമ്പുരാൻ ഉത്തരം നൽകുന്നത്? കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ്റെ, ഗുരുവെന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഒരു വാക്യപ്രകാരമാണ്, ഉണ്ണാനും ഉടുക്കാനുമുണ്ടെങ്കിൽ പ്രാർത്ഥനയും ജപവും എളുപ്പമാണ് ഉണ്ണിയെന്നാണ് പറയുന്നത്. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ പ്രാർത്ഥനയും ജപവും എളുപ്പമാണ് ഉണ്ണിയെന്നാണ് പറയുന്നത്. മാതാപിതാക്കളെ, ചുറ്റുവട്ടങ്ങളെല്ലാം സമൃദ്ധിയുടെ നടുവിലുള്ള പ്രാർത്ഥന യഹോവയാകുന്ന ദൈവം ഒരിക്കലും കേൾക്കത്തില്ല. ചുറ്റുവട്ടങ്ങളെല്ലാം സമൃദ്ധിയുടെ നടുവിലുള്ള പ്രാർത്ഥന യഹോവയാകുന്ന ദൈവം ഒരിക്കലും കേൾക്കത്തില്ല. ചുറ്റുവട്ടങ്ങളെല്ലാം ഏറ്റവും പ്രതികൂലമാകുന്നതിൻ്റെ നടുവിലുള്ള പ്രാർത്ഥന മാത്രമേ യഹോവയാകുന്ന ദൈവം കേൾക്കത്തുള്ളൂ. ദാനിയേല് സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. പുറത്തും നിന്ന് ആർക്കും സിംഹക്കുഴിയിൽ ഇറങ്ങി ദാനിയേലിനെ രക്ഷിക്കാൻ പറ്റുകയില്ല. അകത്തു നിന്ന് പുറത്തേക്കിറങ്ങിയും ദാനിയേലിന് രക്ഷപ്പെടാനും പറ്റത്തില്ല. രക്ഷപ്പെടാനും പറ്റാത്തപ്പോഴാണ് സിംഹത്തിൻ്റെ വായെ ആരടയ്ക്കുന്നത്? ഉറക്കെ പറ, യഹോവയാകുന്ന ദൈവം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് എന്നീ 3 ബാലന്മാർ, നെബൂഖദ്നേസർ രാജാവ് ഒരു ബിംബമുണ്ടാക്കി നമസ്കരിക്കണമെന്ന് പറഞ്ഞു. ജീവനുള്ള യഹോവയല്ലാതെ ആരെയും നമസ്കരിക്കുകയില്ല. അഗ്നിച്ചൂളയിലിടുകയാണ്. ചൂളയുടെ തീ ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കുകയാണ്. തീച്ചൂളയിൽ ഇട്ടതിന് ശേഷമാണ് 4ാമത് ഒരു ദൈവദൂതൻ കൈപിടിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ടതും. അപ്പോൾ ഓർക്കുക, എപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നത്? ചുറ്റുവട്ടങ്ങളെല്ലാം ഏറ്റവും പ്രതികൂലമാകുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നത്. ആഗ്രഹിച്ച വാതിലുകളെല്ലാം അടയുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത്.
സഹായിക്കുമെന്ന് കരുതിയ കൈകളെല്ലാം പുറകോട്ട് വലിക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത്. ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെങ്കിലുണ്ടല്ലോ മനുഷ്യൻ കൈവിടണം. മനുഷ്യൻ കൈവിട്ടാലേ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് ഓർക്കുക മാതാപിതാക്കളെ, ചുമ്മാതെ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം അനുഗ്രഹിക്കത്തൊന്നുമില്ല കേട്ടോ. ചുമ്മാതെ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം തരത്തില്ല. സഹിക്കാൻ വയ്യാതെ പ്രാർത്ഥിക്കണം. എല്ലാ വാതിലും അടയുമ്പോൾ പ്രാർത്ഥിക്കണം. എല്ലാവരും കൈവിടുമ്പോൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് യഹോവയാകുന്ന ദൈവം തമ്പുരാൻ ഉത്തരം നൽകുന്നത്. ഒന്നാമത്തെ ഭാഗത്തെ അവിടെ നിർത്തുകയാണ്. കാനാവിലെ കല്യാണത്തിലെ ഗൃഹസ്ഥൻ തളരാതിരുന്നുവെങ്കിൽ അവനെ നിലനിർത്തിയത് ദൈവത്തിൻ്റെ കരമാണ്. ദൈവത്തിൻ്റെ കരമാണ് തന്നെ നടത്തുന്നത് എന്നൊരു ബോധ്യം. രണ്ടാമത്, കാനാവിലെ കല്യാണത്തിലെ ഗൃഹസ്ഥനെ നിലനിർത്തുന്ന രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ കരത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന ബോധ്യം. രണ്ടാമത്, ദൈവത്തിൻ്റെ കരത്തിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന ബോധ്യം. ഒന്നാമത് ഞാൻ പറഞ്ഞു കരമാണ് നടത്തുന്നതെന്ന ബോധ്യം. രണ്ടാമത് ഞാൻ പറയുന്നു കരത്തിലാണ് ഇരിക്കുന്നതെന്ന ബോധ്യം. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്പം ആരോഗ്യമുള്ളവനെ നമ്മൾ എന്ത് ചെയ്യും? കൈ പിടിച്ച് നടത്തും. അവൻ അവശനാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് കരത്തിലെടുത്ത് അവനെ മാറോട് ചേർക്കും. മനസ്സിലാകുന്നോ? ഒരു മനുഷ്യൻ അല്പം ആരോഗ്യമുള്ളപ്പോൾ അവനെ കൈപിടിച്ചു നടത്തും. അവൻ അവശനാകുമ്പോൾ രണ്ട് കരത്തിലെടുക്കും. നമ്മൾ ഓരോ ഭവനങ്ങൾ സന്ദർശിക്കുന്ന സമയം യേശു തമ്പുരാൻ ഒരു ആട്ടിൻകുട്ടിയെ കയ്യിലെടുത്ത് മാറോട് ചേർക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ കരത്തിലിരിക്കുന്ന ആട്ടിൻകുട്ടി ഏതാട്ടിൻകുട്ടിയാണ്? കർത്താവിൻ്റെ കരത്തിലിരിക്കുന്ന ആട്ടിൻകുട്ടി ഏതാട്ടിൻകുട്ടിയാണ്? പെണ്ണാടാണോ, മുട്ടാടാണോ, കുട്ടിയാടാണോ? ഏതാട്ടിൻകുട്ടിയാണ്? ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തമ്പുരാൻ പറയുന്ന 3 ഉപമയിലെ ഒന്നാമത്തെ ഉപമ കാണാതെ പോയ ആടിൻ്റെ ഉപമയുണ്ട്. കാണാതെ പോയ ആടിൻ്റെ ഉപമയിൽ കാണാതെ പോയ ആടിനെ ഇടയൻ കണ്ടെത്തുമ്പോൾ രണ്ട് കരവും നീട്ടിയെടുത്ത് മാറോട് ചേർത്തു എന്ന് അവിടെ പറയുന്നത്. ഇടയൻ കാണാതെ പോയ ആടിനെ കണ്ടുമുട്ടുമ്പോൾ എടുക്കാൻ എന്തായിരിക്കാം കാരണം? ആ ഫോട്ടോയെക്കുറിച്ച് 2 വ്യാഖ്യാനങ്ങളാണ് എൻ്റെ ഒരു വായനാറിവ്. ഒന്നാമത്തെ കാര്യം ഇപ്രകാരമാണ്: പച്ചപ്പുൽമേടിലേക്ക് ഇടയൻ ആടുകളെ നയിക്കാനായിട്ട് പോകും. മുമ്പേ നടക്കുന്നത് ഇടയനാണ്, പിന്നാലെ പോകുന്നത് ആട്ടിൻ കൂട്ടമാണ്. അങ്ങനെയെങ്കിൽ ആദ്യം കാലയിൽ മുള്ളുകൊള്ളാനും കല്ലുകൊള്ളാനും പരുക്ക് പറ്റാനും സാധ്യത ഇടയൻ്റെയാണോ ആടിൻ്റെയാണോ? ആരുടേതാണ്? ഇടയൻ്റെയാണ്. ഇടയൻ്റെ കാലയിൽ മുള്ളുകൊണ്ട് പരുക്ക് പറ്റി ഒടിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ വഴിയിൽ കൂടി ആരെ കൊണ്ടുപോകുകയില്ല? ആടിനെ കൊണ്ടുപോകുകയില്ല. ഇടയനില്ലാതെ പോയ വഴിയിൽ കൂടി ആട് തന്നിഷ്ടക്കാരനായി സഞ്ചരിച്ചപ്പോൾ അതിൻ്റെ കാലിന് ഒടിവ് പറ്റിയിട്ടുണ്ട്, ചതവ് പറ്റിയിട്ടുണ്ട്, പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇടയൻ ദയവ് തോന്നി, മനസ്സലിവ് തോന്നി 2 കരവും നീട്ടിയെടുത്ത് തൻ്റെ മാറോട് ചേർക്കുന്നത്. രണ്ടാമത്തെ വ്യാഖ്യാനം ഇപ്രകാരമാണ്: ഒരിടയന് ഒത്തിരി ആടുകൾ ഉണ്ടായിരുന്നു. അതിലൊരാടിൻ്റെ കാലിന് ഒടിവുണ്ട്, ചതവുണ്ട്, ബലഹീനതയുണ്ട്. എല്ലാ ദിവസവും പച്ചപ്പുൽമേടിലേക്ക് ആടിനെ മേയ്ക്കാനായി ഇടയൻ കൊണ്ടുപോകും. പക്ഷേ ഏറ്റവും പുറകിൽ നടക്കുന്നത് ഈ ബലഹീനതയുള്ള ആടാണ്. ഇടയൻ്റെ അടി ഏറ്റവും കൊള്ളാനുള്ള സാധ്യത മുമ്പിൽ നടക്കുന്ന ആടിനാണോ പുറകിൽ നടക്കുന്ന ആടിനാണോ? ഏതാടിനാണ്? പുറകിൽ നടക്കുന്ന ബലഹീനതയുള്ള ആടിനാണ്. ഇടയനെന്നും പരിഭവമാ, ഇതിനെക്കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല. ആടിനും പരിഭവമാ, എൻ്റെ കൂടെയുള്ളവർക്ക് എന്നെ വേണ്ട, യജമാനൻ എന്നെ വേണ്ട, എനിക്കങ്ങ് മരിച്ചാൽ മതിയെന്ന് ഈ ബലഹീനതയുള്ള ആടങ്ങ് ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം യജമാനൻ ഒരു തീരുമാനമെടുത്തു: എനിക്കോ പ്രയോജനമില്ല, എന്നാൽ ഈ ആടിനെ യെരൂശലേം ദേവാലയത്തിൽ യാഗമർപ്പിക്കാനായിട്ട് നേർച്ച നേരുകയാണ്. ഈ ആടിന് വലിയ സന്തോഷമായി.
എൻ്റെ കൂടെയുള്ളവർക്ക് എന്നെ വേണ്ട, എൻ്റെ യജമാനൻ എന്നെ വേണ്ട, യഹോവയാകുന്ന ദൈവത്തിന് യാഗമായി തീരാമെന്നൊരു ഭാഗ്യം ഈ ആടിനുണ്ടാകുകയാണ്. മാതാപിതാക്കളെ, സക്രിയ പുരോഹിതന് നറുക്കു വീണപ്പോഴാണ് ധൂപം കാട്ടാനായിട്ടൊരവസരം കിട്ടിയത്. നറുക്കു വീണ പുരോഹിതൻ ധൂപം കാട്ടുമ്പോൾ മറ്റു പുരോഹിതന്മാരുടെ പണി എന്താണ്? ഇന്നലത്തെ ദേവാലയ പ്രവേശനം, തമ്പുരാന്റെ ദേവാലയ പ്രവേശനം, 40-ാം ദിവസം യഹൂദനാകുന്ന ഒരു ആൺകുട്ടിയെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ യാഗമർപ്പിക്കാനായി കുറുപ്രാവിൻ കുഞ്ഞിനെയും ഇണപ്രാവുമായി കടന്നു വരുന്ന കന്യക മറിയാമും യൗസേപ്പും ഒരു യഹൂദനും ദേവാലയത്തിൽ വരുമ്പോഴുണ്ടല്ലോ, വെറും കൈയോടെ ഒരിക്കലും വരുത്തില്ല. അങ്ങനെയെങ്കിൽ യഹൂദൻ ദേവാലയത്തിലേക്ക് വരുമ്പോൾ യാഗമർപ്പിക്കാനായിട്ട് കൊണ്ടുവരുന്ന ആടോ മാടോ ചെറുപ്രാവിൻ കുഞ്ഞിന് ഊനമുണ്ടോ ഊനമില്ലയോ എന്ന് നോക്കുന്ന പണിയാണ് ഈ മറ്റു പുരോഹിതന്മാർക്കുള്ളത്. മറ്റു പുരോഹിതന്മാർ ഈ ആടിനെ, നമ്മുടെ കഥാപാത്രമാകുന്ന ആടിൻ്റെ മേൽ സൂക്ഷ്മ പരിശോധന നടത്തുകയാണ്. നടത്തുമ്പോൾ ആ ആടിൻ്റെ കാലിന് ഒടിവുണ്ട്, ചതവുണ്ട്, ഊനമുള്ളതാണ്. യഹോവയാകുന്ന ദൈവത്തിന് യാഗമർപ്പിക്കാനായിട്ട് കൊള്ളുകയില്ല, അതിനെ ഉപേക്ഷിക്കുകയാണ്. യെരൂശലേം ദേവാലയത്തിൻ്റെ പടിഞ്ഞാറേ വാതിക്കലിൽ വളരെ നിരാശനായി ഈ ആട് നിൽക്കുകയാണ്. എൻ്റെ യജമാനന് എന്നെ വേണ്ട, എൻ്റെ കൂടെയുള്ളവർക്ക് എന്നെ വേണ്ട, ദൈവത്തിന് യാഗമാകാമെന്നോർത്ത് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ പുരോഹിതന്മാർക്കും എന്നെ വേണ്ട എന്നോർത്ത് ഈ ആട് വളരെ നിരാശപ്പെടുകയാണ്. അപ്പോൾ യേശു തമ്പുരാൻ ആലയത്തിലേക്ക് കടന്നു വരികയാണ്. ഈ ആടിൻ്റെ സങ്കടം, നിരാശ, ഒറ്റപ്പെടൽ കണ്ടിട്ട് തമ്പുരാൻ 2 കരവും നീട്ടി അതിനെ എടുത്ത് തൻ്റെ മാറോട് ചേർത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. അപ്പോൾ ഓർക്കുക, കർത്താവിൻ്റെ കരത്തിലിരിക്കാൻ എപ്പോഴാണ് ഭാഗ്യം കിട്ടുന്നത്? കർത്താവിൻ്റെ കരത്തിലിരിക്കാൻ എപ്പോഴാണ് ഭാഗ്യം കിട്ടുന്നത്? എല്ലാവരും കൈവിടുമ്പോഴാണ് കർത്താവിൻ്റെ കരത്തിലിരിക്കാൻ ഭാഗ്യം കിട്ടുന്നത്. ആർക്കുമില്ലാത്ത ചില ഭാരങ്ങൾ, ആർക്കുമില്ലാത്ത ചില പ്രതിസന്ധികൾ, ആർക്കുമില്ലാത്ത ചില രോഗങ്ങൾ എന്നെ നിങ്ങളെ പിടികൂടുമ്പോഴാണ് കർത്താവിൻ്റെ കരത്തിലിരിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത്. എല്ലാ പ്രസംഗങ്ങളിലും പറയുന്ന ഒരു സ്ത്രീയുടെ അനുഭവ സാക്ഷ്യമുണ്ട്. ഡൽഹിയിലെ പ്രശസ്തമാകുന്ന ഒരു സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ്സായിട്ട് സേവനമനുഷ്ഠിച്ച് റിട്ടയർഡ് ചെയ്ത ഒരു സ്ത്രീ, അവർ നാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ അവിടെ കൈകളുടെ ഇടുപ്പുകളുടെ ഇരുവശങ്ങളിലുമായി ചീഞ്ഞു നാറുന്ന 2 വ്രണമുണ്ടായി. ഒരു ബ്ലൗസ് പോലും അവർക്ക് ധരിക്കാൻ പറ്റുകയില്ല. ഈ രോഗവുമായി മല്ലിട്ട് കഴിയുമ്പോൾ അവർ ആരാധനയ്ക്കായിട്ട് ദേവാലയത്തിൽ മറ്റൊരു സ്ത്രീയോടൊപ്പം വന്ന് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ശരീരത്തിൻ്റെ ചീഞ്ഞു നാറുന്ന ദുർഗന്ധം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ജനം പുരോഹിതനോടായിട്ട് പറയുകയും പുരോഹിതൻ പരസ്യമായി പറയുകയാണ്, ചീഞ്ഞു നാറുന്ന ശരീരവുമായി കടന്നു വന്ന സ്ത്രീ ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോകണം. ആരാധനയെല്ലാം കഴിഞ്ഞ് അച്ഛന്മാരും സിസ്റ്റർമാരും വന്ന് നോക്കുമ്പോൾ കുമ്പസാര കൂടിൻ്റെ അവിടെ ഒരു സ്ത്രീ നിലവിളിച്ചു കരയുകയാണ്. കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുകയില്ല. ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സ മുഖാന്തരം മുടികളൊക്കെയും കൊഴിഞ്ഞ് മുഖമൊക്കെയും കറുത്തിരിക്കുന്ന ഒരവസ്ഥ. ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അച്ഛന്മാർ ഈ ടീച്ചറിനോടായിട്ട് തന്നെ മാപ്പ് ചോദിക്കുകയാണ്. ഉടനെ ടീച്ചർ അച്ഛന്മാരോടായിട്ട് പറയുകയാണ്, പൊന്നച്ഛന്മാരെ, ഇപ്പോൾ ദേവാലയത്തിൽ ആരുമില്ലല്ലോ, നിങ്ങൾ എന്നെ ഒറ്റയ്ക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് അനുവദിക്കണം. ദേവാലയത്തിൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ എനിക്ക് 5 കസേരകൾ വേണം. നിലത്തിരിക്കുവാൻ പറ്റുകയില്ല, ഉയർന്നിരിക്കുവാനായിട്ടൊരു കസേര. എൻ്റെ കൈകൾ 2ഉം എനിക്ക് മടക്കി വെക്കാനായി പറ്റുകയില്ല, കൈകൾ 2ഉം ഇരുവശങ്ങളിലേക്ക് വക്കുവാനായിട്ട് 2 കസേര. കാലുകൾ 2ഉം എനിക്ക് മടക്കി വെക്കാൻ പറ്റുകയില്ല, കാലുകൾ 2ഉം മുൻപോട്ട് വെക്കുവാനായിട്ട് 2 കസേര. അങ്ങനെ 5 കസേരകൾ ക്രമീകരിച്ചു കൊടുത്തതിൻ്റെ ഫലമായി ഈ ടീച്ചർ ദേവാലയത്തിൻ്റെ ഉള്ളിലിരുന്ന് സഹിക്കാൻ വയ്യാതെ നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പൊന്നു തമ്പുരാനെ, എനിക്ക് വേണ്ടിയിട്ടല്ല, അയലത്തെ ഒരു സ്ത്രീയുടെ സങ്കടത്തിന് വേണ്ടി നിൻ്റെ ആലയത്തിലേക്ക് വന്നപ്പോൾ
നിന്റെ സ്വന്തം ജനമുഖാന്തരം, നിന്റെ പുരോഹിതന്മാർ മുഖാന്തരം ഞാൻ അടിച്ചു പുറത്താക്കപ്പെടുവാൻ ഇടയായി തീർന്നല്ലോ എന്നോർത്ത് സഹിക്കാൻ വയ്യാതെ നിലവിളിച്ചു കരയുകയാണ്. ആരാധനയെല്ലാം കഴിഞ്ഞ് അവർ തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിച്ചെല്ലുന്നു. ക്ഷീണിച്ചവശയായി കടന്നു വരുന്ന സ്വന്തം ഭാര്യയുടെ ചീഞ്ഞുനാറുന്ന വ്രണം വൃത്തിയാക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവ് ശരീരത്തെ കിടന്ന ഷാള് മാറ്റിയപ്പോൾ ചീഞ്ഞുനാറുന്ന വ്രണമില്ല, ഒരു വ്രണത്തിൻ്റെ പാടു മാത്രം. ഓർക്കുക, എപ്പോഴാണ് തമ്പുരാൻ അത്ഭുതം പ്രവർത്തിക്കുന്നത്? തമ്പുരാൻ എപ്പോഴാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്? എന്നെ കൊണ്ട് വയ്യായെന്ന് എൻ്റെ തമ്പുരാൻ എപ്പോൾ തോന്നുന്നു, അപ്പോൾ മാത്രമേ എൻ്റെ ഭാരത്തിന്, എൻ്റെ രോഗത്തിന്, എൻ്റെ കഷ്ടതകൾക്ക് ദൈവം തമ്പുരാൻ നീക്കുപോക്കുണ്ടാക്കി തരികയുള്ളൂ. ചില രോഗങ്ങൾ വരുമ്പോൾ, ചില കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത്. വിശുദ്ധ കന്യക മറിയാമിനോട് ഗബ്രിയേൽ ദൂതൻ കടന്നു വന്നിട്ട് പറയുകയാണ്, കൃപ നിറഞ്ഞവളേ, നിനക്ക് സമാധാനം. എന്താണ് ഈ കൃപ? എന്താ ഈ കൃപയെന്ന് പറയുന്നത്? പാടുന്നതാണോ? പ്രസംഗിക്കുന്നതാണോ? കുർബാന ചൊല്ലുന്നതാണോ? ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് കൃപ? ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ എൻ്റെ മകൻ, എൻ്റെ മകൾ തളരുമെന്ന് എൻ്റെ തമ്പുരാന് തോന്നുമ്പോൾ ഞാനും നിങ്ങളും തളരാതിരിക്കാൻ വേണ്ടി എന്നെയും നിങ്ങളെയും ശക്തീകരിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. ശക്തീകരിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. മാതാപിതാക്കളെ, ഈ ക്യാൻസർ രോഗം വന്ന് മരിപ്പാറായിട്ട് കിടക്കുന്ന ചില വ്യക്തികളുണ്ടല്ലോ, കാണാനായിട്ട് ചെല്ലുമ്പോൾ എന്തു പറയണമെന്ന് പോലും അറിയുകയില്ല. 2-3 ദിവസക്കാലമേ ആയുസുള്ളൂ എന്ന് ഭംഗിയായിട്ട് അവർക്കും അറിയാം, കാണാൻ ചെല്ലുന്ന പുരോഹിതനും അറിയാം. എന്തു പറയണമെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി, നമ്മുടെ മുഖത്തിനേക്കാൾ ശോഭയുള്ള വെട്ടത്തോടെ അവർ ഇങ്ങോട്ട് പറയും, അച്ഛാ, എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല. എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല. ആരാണ് പറയിപ്പിക്കുന്നത്? ആരാണ് പറയിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ് എൻ്റെ ജനമേ. അതുകൊണ്ട് ഓർക്കേണ്ട ഒരു കാര്യം, നടത്തുന്നത് പോലെ ദൈവം ഉണ്ടല്ലോ. അവശനാകുമ്പോൾ എടുക്കുന്ന ഒരു ദൈവമുണ്ട്. നടത്തുന്ന സ്വർഗത്തിലെ തമ്പുരാൻ ഞാനും നിങ്ങളും അവശനാകുമ്പോൾ 2 കരത്തിൽ എടുക്കുന്ന ഒരു ദൈവമുണ്ട്. ജീവിതം ഓർത്താൽ മതി, എപ്പോഴും ഒറ്റയ്ക്കാണെന്ന് ഓർത്താൽ മതി. ഒറ്റയ്ക്കല്ലേ ജീവിതം? ഈ ലോകത്തിൽ ഒറ്റയ്ക്ക് വന്നു. എല്ലാവരെയും നമ്മൾ കണ്ടുമുട്ടിയതല്ലേ, ദൈവം കൂട്ടിച്ചേർത്തതല്ലേ, ഭാര്യയായാലും മക്കളായാലും എല്ലാം. പക്ഷെ എന്നാലും നമ്മളെല്ലാം ജീവിതത്തിൽ അവസാനം ഒറ്റയ്ക്കിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഇപ്പോഴേ അങ്ങ് ചിന്തിച്ചേക്കണം, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ ദൈവം ഉണ്ട് കൂടെ. ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ ദൈവം. ഭാര്യ കടന്നു പോകും, മക്കൾ കടന്നു പോകും, ഭർത്താവ് കടന്നു പോകും, മാതാപിതാക്കൾ കടന്നു പോകും, സഹോദരങ്ങൾ കടന്നു പോകും. നമ്മൾ ഒറ്റയ്ക്കായപ്പോഴും തമ്പുരാൻ മാത്രമേ നമ്മുടെ കൂടെയുള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് തന്നെയല്ലേ പോകേണ്ടതും. ഒറ്റയ്ക്കുള്ള ജീവിതമാണ്. ചില കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുമുട്ടുന്നു, സഹായമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനും എൻ്റെ ദൈവവും. അങ്ങനെ ചിന്തയുള്ളവൻ്റെ ജീവിതത്തിലുണ്ടല്ലോ, ഒരിക്കലും നിരാശ എന്ന ബോധം ഒരിക്കലും ഉണ്ടാകുകയില്ല. ഖാനാവിലെ കല്യാണത്തിന് ഈ ഗൃഹസ്ഥനെ നിലനിർത്തിയ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഒന്നാമത്തെ കാര്യം, കർത്താവിൻ്റെ കരമാണ് തന്നെ നടത്തുന്നത് എന്നൊരു ബോധ്യം. 2ാമത്തെ കാര്യം, കർത്താവിൻ്റെ കരത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നൊരു ബോധ്യം. 3ാമത്തെ കാര്യം, മാതാപിതാക്കളെ, എനിക്ക് തമ്പുരാൻ തുണയായി നൽകി ഇടത്തും വലത്തുമുള്ളവർ തൻ്റെ കൂടെയുണ്ടേ എന്നൊരു ബോധ്യം. മനസ്സിലാകുന്നോ? ഗൃഹസ്ഥന് തമ്പുരാൻ വലത്തും ഇടത്തും തുണയായി ദാനമായി നൽകിയത് തൻ്റെ കൂടെ ഉണ്ടേ എന്നൊരു ബോധ്യം. അതെന്താണ് വലത്ത്? ചുരുക്കത്തിൽ എന്താണ് വലത്ത്? ആരാണ് വലത്ത്? ഒരു ഗൃഹസ്ഥൻ്റെ വലത്ത് ആരാണ്? ഗൃഹസ്ഥൻ്റെ വലത്ത് ആരാണ്? മണവാളനായിട്ട് പിടിച്ച് നടക്കുകൊണ്ട് നിർത്തും. മണവാളൻ്റെ വലത്തുവശത്ത് ആരെയാണ് നിർത്തിയുന്നത്? ആരെയാണ് നിർത്തിയത്? മണവാട്ടിയ. തിരിഞ്ഞ് ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുമ്പോഴും പുരുഷൻ്റെ ഏത് ഭാഗത്താണ് സ്ത്രീയെ നിർത്തുന്നത്? വലത്ത്.
അങ്ങനെയെങ്കിൽ ഓർക്കുക, ഒരു പുരുഷൻ അവൻ്റെ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, കരുതേണ്ടത് അപ്പനെയാണോ, അമ്മയാണോ, ഭാര്യയാണോ? ഉറക്കപ്പറ. എല്ലാവരെയും ഉപേക്ഷിച്ചിട്ട് അടൂക്കാരെയും പരുമലക്കാരെയും കൊല്ലംകാരെയും കൊട്ടാരക്കരക്കാരെയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ തേവലക്കര പള്ളിയിലേക്ക് വന്നത് പുരുഷനാണോ, സ്ത്രീയാണോ? ഉറക്കപ്പറ. സ്ത്രീയാണ്. വചനം ഇപ്രകാരമാണ് പറയുന്നത്, പുരുഷൻ തൻ്റെ മാതാവിനെയും പിതാവിനെയും വിട്ടുപിരിഞ്ഞ് ആരോട് പറ്റിച്ചേരും? ഭാര്യയോട്. ഭാര്യ തൻ്റെ മാതാവിനെയും പിതാവിനെയും വിട്ടുപിരിഞ്ഞ് ആരോട് പറ്റിച്ചേരും? ഭർത്താവിനോട്. ദാമ്പത്യ ജീവിതത്തിൽ ത്യാഗം ചെയ്തേക്കുന്നത് ഭാര്യയാണോ, ഭർത്താവാണോ? ഉറക്കപ്പറ. ഭാര്യ. അങ്ങനെയെങ്കിൽ ഒരു ഭർത്താവ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അപ്പനെയാണോ, അമ്മയാണോ, സഹോദരങ്ങളെയാണോ, ഭാര്യയാണോ? ഉറക്കപ്പറ. ഭാര്യയാണ്. അമ്മായിമാരുടെ മുഖം എല്ലാം അങ്ങ് മാറിപ്പോയി. ഓർക്കേണ്ട കാര്യം, നമ്മൾ ഓർത്തു വയ്ക്കേ, അപ്പനും അമ്മയും ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് അകന്നു പോകും. മക്കൾ വിവാഹം കഴിച്ചൊരു കാലഘട്ടം കഴിയുമ്പോൾ അകന്നു പോകും. പക്ഷെ ഒരു ഭർത്താവിൻ്റെ കുഴിമാടം വരെ സഞ്ചരിക്കുന്നവൾ ഈ ലോകത്തിൽ ഒരുവൾ മാത്രമേ ഉള്ളൂ. ആരാണ്? ഉറക്കപ്പറ. ഭാര്യ. ഒരു ഭാര്യയുടെ കുഴിമാടം വരെ സഞ്ചരിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ആരാണ്? ഭർത്താവാണ്. അങ്ങനെയെങ്കിൽ ഓർക്കേണ്ട കാര്യം, ഏതൊരു ഭർത്താവുമുണ്ടല്ലോ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അവൻ്റെ ഭാര്യയാണ്. പല ആണുങ്ങളെ ഉണ്ടല്ലോ, എൻ്റെ അമ്മ ഞാൻ അനുവദിക്കാതെ എൻ്റെ ഭാര്യയോട് കയർക്കത്തില്ല. മനസ്സിലാകുന്നോ? എൻ്റെ അമ്മ ഒരു വട്ടമേ പറയത്തുള്ളൂ. രണ്ടാമത് മമ്മി, അവിടെ അപ്പനും അമ്മയും മമ്മിയെ കണ്ടോണ്ടല്ല കെട്ടിച്ചത്, എന്നെ കണ്ടോണ്ടാണ് കെട്ടിച്ചതെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മനസ്സിലാകുന്നു? അതുകൊണ്ട് ഈ അമ്മായിമ്മമാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, കാല് പിടിച്ച് അപേക്ഷിച്ച് പറയുക, 50 വയസ്സിൻ്റെ താഴെ നിങ്ങളുടെ ആൺമക്കളും നിങ്ങളുടെ പെൺമക്കളും അനുഭവിക്കേണ്ട ശാരീരികവും മാനസികമാകുന്നൊരു സന്തോഷമുണ്ട്. അതിനകത്തങ്ങോട്ട് തീ കോരിയിട്ട് അവരെ നശിപ്പിച്ച് കളയരുത്. മനസ്സിലാകുന്നു? ചിലർ വന്ന് പറയും, ചില മരുമക്കൾ വന്ന് പറയും, എൻ്റെ അച്ഛൻ അമ്മായിമ്മയെ കൊണ്ട് എനിക്ക് വലിയ ശല്യവാച്ച, എൻ്റെ പുറകിന് നടന്ന് എന്നെ അങ്ങ് പീഡിപ്പിക്കുക എന്ന് പറയും. ഞാൻ പറയും, പൊന്നു മരുമോളെ, നിൻ്റെ അമ്മായിമ്മ ഒന്ന് പറഞ്ഞാലുണ്ടല്ലോ, നീ 2 പറഞ്ഞ് അവിടെ കൂമ്പ് വാട്ടിയാലേ അവിടെ പറച്ചിൽ വിടുന്നില്ലല്ലോ, നിൽക്കത്തുള്ളൂ. അത്ര നിനക്ക് ഗതികേട് വന്നാലുണ്ടല്ലോ, ഈ മുളക് പൊടി അങ്ങോട്ട് കലക്കിയിട്ട് ആ 2 കണ്ണിലും അങ്ങ് തേച്ച് വച്ചേക്കാങ്കി, ചുമ്മാതെ കേട്ട മുളക് പൊടിക്ക് 600 രൂപ വിലയാണ്, അബദ്ധമൊന്നും കാണിക്കരുത്. ഓർക്കേണ്ട കാര്യം, ഈ നമ്മൾ പലപ്പോഴും ഓൺലൈനായിട്ട് പോവുക, എന്നാലും ഞാൻ പറയുക, ഈ പാമ്പ് ഇണ ചേരുമ്പോൾ ശല്യം ചെയ്യരുതെന്ന് പറയും. മനസ്സിലാകുന്നോ? ശല്യം ചെയ്ത കൊത്തുവെന്ന് പറയും. ആരാ കൊത്താത്തത്? മനസ്സിലാകുന്നു? ഒരു മനുഷ്യൻ്റെ സന്തോഷം കളയാൻ, അതായത് അപ്പനായാലും അമ്മയായാലും തീ കോരി ഇടാനായിട്ട് പോകരുത്. അവർ ജീവിക്കട്ടെ നിങ്ങളുടെ ആരും മുളകൂടിയായിട്ടൊന്നും പോകണ്ട കേട്ടോ. ഇനി നാളെ അമ്മായിമ്മമാരെയും അച്ഛനൊന്ന് സന്തോഷിപ്പിച്ചേക്കാം, അമ്മമാരെയും ഒന്ന് സന്തോഷിപ്പിച്ചേക്കാം. നിൻ്റെ അപ്പൻ ഒരു സന്യാസിയുടെ പ്രസംഗത്തിൽ കേട്ടൊരു കാര്യമാണ്, നിൻ്റെ അപ്പന് നീ എന്ത് കൊടുക്കണമെന്നൊരു ചോദ്യമുണ്ട്. നീ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൻ്റെ 10-1 ആർക്കുള്ളതാണ്? നിൻ്റെ അപ്പനുള്ളതാണ്. നിൻ്റെ അമ്മയ്ക്ക് നീ എന്തു കൊടുക്കണമെന്നൊരു ചോദ്യമുണ്ട്. നീ സമ്പാദിക്കുന്ന സമ്പാദ്യം മുഴുവൻ നിൻ്റെ അമ്മയുടെ കാൽ കീഴെ കൊണ്ടുവെക്കണം. അമ്മ അനുഭവിച്ചതിന് ശേഷം മാത്രമേ നിനക്ക് അനുഭവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി ഓർക്കുക, ഞാൻ സമ്പന്നനാകുമ്പോഴും നിങ്ങളുടെ ആൺമക്കൾ സമ്പന്നനാകുമ്പോഴും ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർ സമ്പന്നന്മാരാകുമ്പോഴും ആ സമ്പത്ത് കൊണ്ട് സുഖിപ്പിക്കേണ്ടതും സന്തോഷിപ്പിക്കേണ്ടതും ഭാര്യയും പിള്ളാരെയും അല്ല, നിന്റെ അപ്പനെയും അമ്മയുമാണ്. കാരണം കാണപ്പെടാത്തൊരു ദൈവം കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ കാണപ്പെടുന്ന 2 ദൈവങ്ങളേ ഉള്ളൂ. അതാരാണ്? എൻ്റെ അപ്പനും അമ്മയുമാണ്. ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉയരണമെന്ന് ആഗ്രഹിച്ചേക്കുന്നവർ എൻ്റെ ഭാര്യയല്ല, എൻ്റെ പിള്ളേരല്ല, എൻ്റെ അപ്പനും അമ്മയുമാണ്. അങ്ങനെയെങ്കിൽ ഓർക്കുക, ഞാൻ സമ്പന്നനായി കഴിയുമ്പോൾ ആ സമ്പത്ത് കൊണ്ട് സുഖിപ്പിക്കേണ്ടതും കാണിക്കേണ്ടതും ആഹാരം മേടിച്ചു കൊടുക്കേണ്ടതും സന്തോഷിപ്പിക്കേണ്ടതും ഭാര്യയും പിള്ളേരെയും അല്ല. ആരെയാണ്? ഉറക്കപ്പറ. അപ്പനെയും അമ്മയുമാണ്. ഭാര്യയ്ക്കും പിള്ളേരോട് ഇനിയും ജീവിക്കാൻ സമയം കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പനും അമ്മയ്ക്കുമുണ്ടല്ലോ അത്രയും ആയുസില്ല. അവിടെ കഴിഞ്ഞ് ഇനി ഓർക്കേണ്ട കാര്യം, 5-6 ആൺമക്കളെ ദൈവം നമുക്ക് തന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 2-3 എണ്ണം ആയിരിക്കട്ടെ.
പല ആൺമക്കളും സമ്പന്നന്മാരായി കഴിയുമ്പോൾ മാറി ഇരുന്നല വീട് വച്ച് വില കൂടിയ കാറും മേടിച്ച് ഭാര്യയും മക്കളുമായിട്ട് സുഖിക്കും. അപ്പോഴും അപ്പനും അമ്മയും കഴിയുന്നത് ദരിദ്രനാകുന്ന സഹോദരന്റെ കുടിലായിരിക്കും. ഓർക്കുക, എത്രയോ മക്കൾ സമ്പന്നന്മാരായി കഴിയുമ്പോൾ മണിമാളിക വീട് വച്ചിട്ട് പൂട്ടിയിട്ടിട്ട് വിദേശത്തേക്ക് പോയിക്കുന്നില്ലേ? അപ്പോൾ ഈ അപ്പനും അമ്മയും കഴിയുന്നത് ദരിദ്രന്റെ കുടിലാണ്. അങ്ങനെ ആകരുത്. നീ മണിമാളിക വീട് പണിതിട്ടിട്ടുണ്ടെങ്കിൽ അത് അനാഥമായിട്ടിടരുത്. നിന്റെ അപ്പൻ നീ വച്ച വീടിനേക്കാളും ദാരിദ്ര്യത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിന്റെ അപ്പനെയും അമ്മയും അതിക്കൊണ്ട് നീ പാർപ്പിക്കണം. അവിടെ നിന്റെ ജീവിതത്തിന് പുണ്യം കിട്ടത്തുള്ളൂ, അനുഗ്രഹം കിട്ടത്തുള്ളൂ. പല വീടും പണിതിട്ടിട്ട് പോകും, പക്ഷെ പണിതവന് പോലും താമസിക്കാൻ ദൈവം തമ്പുരാൻ അവസരം കൊടുക്കാത്ത എത്രയോ ഭവനങ്ങളുണ്ട്, എത്രയോ ജീവിതാനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഓർക്കേണ്ട കാര്യം, മക്കൾ വളർന്ന് സമ്പന്നന്മാരാകുമ്പോൾ ആ സമ്പത്തിന്റെ സന്തോഷം അനുഭവിക്കേണ്ടത് ഭാര്യയും മക്കളുമല്ല, മാതാപിതാക്കളാണ്. കാണപ്പെടുന്ന ഒരു ദൈവം കഴിഞ്ഞാൽ, കാണപ്പെടാത്തൊരു ദൈവം കഴിഞ്ഞാൽ കാണപ്പെടുന്ന രണ്ട് ദൈവം അപ്പനും അമ്മയുമേ ഉള്ളൂ. ഇടത്ത് രണ്ടാമത്തെ ഒന്ന് വലത്ത് തുണയായി ദൈവം നൽകിയത് കൂടെ നിൽക്കണം ഒരപ്പൻ്റെ കൂടെ. രണ്ടാമത് ഇടത്ത് കൂടെ തുണയായി നിൽക്കേണ്ടത് ആരാണ്? മക്കളാണ്. ആധുനിക കാലഘട്ടത്തിൽ ഇതൊരു വെല്ലുവിളിയാണ്. ആധുനിക കാലഘട്ടത്തിൽ ഓരോ വിവാഹവും നമ്മുടെ പള്ളിയിൽ നടക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ 1000 വട്ടം ആദ്യം മണവാളനും മണവാട്ടിക്കും നന്ദി സ്തോത്രം അർപ്പിക്കണം. കാരണം മകനെ മകളെ, ഈ ദേവാലയത്തിൽ വരാൻ നിങ്ങൾ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടതാകാം, എന്നാലും അപ്പൻ്റെയും അമ്മയുടെ ഇഷ്ടത്തിനും ഈ ദേവാലയത്തിൽ വരാനും തമ്പുരാൻ്റെ പുരോഹിതൻ്റെ വലത്തുകരം കൊണ്ട് നീ വിവാഹം കഴിക്കാൻ കാണിച്ച നിൻ്റെ മനസ്സിനും 1000 നന്ദി. അങ്ങനെയെങ്കിൽ ഉറക്കെ ഞാൻ പറയുന്നു, കർത്താവിനെ അറിയുന്ന പെൺകുട്ടി വിവാഹം കഴിക്കേണ്ടത് കർത്താവിനെ അറിയുന്ന ആൺകുട്ടിയെ തന്നെ ആകണം. കർത്താവിനെ അറിയുന്ന ആൺകുട്ടി വിവാഹം കഴിക്കേണ്ടത് കർത്താവിനെ അറിയുന്ന പെൺകുട്ടിയെ തന്നെയാകണം. ആധുനിക കാലഘട്ടത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, എല്ലാ ദൈവവും ഒരു ദൈവമാണ്, അതുകൊണ്ട് ആരുടെ കൂടെ പോയാലും ഒരു കുഴപ്പമില്ല എന്ന് നമ്മുടെ യുവജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. കർത്താവിനെ അറിയുന്നവൾ, വേറെ ആരുടെയും കാര്യം ഞാൻ പറയത്തില്ല, പക്ഷെ എൻ്റെ കുഞ്ഞ്, എൻ്റെ മകൾ, എൻ്റെ മകൻ, എൻ്റെ കർത്താവിനെ അറിയുന്ന പെൺകുട്ടി വിവാഹം കഴിക്കേണ്ടത് കർത്താവിനെ അറിയുന്നത് തന്നെയാകണം. ഓർക്കുക, മോശ 10 കൽപ്പനയുമായി മലമുകളിൽ തമ്പുരാൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ താഴെ അഹറോൻ്റെ മുമ്പാകെ ഇസ്രായേൽ ജനം, മോശ ഇല്ല, കാണുന്നില്ല, ഞങ്ങൾക്കൊരു വിഗ്രഹത്തെ, ദൈവത്തെ ഉണ്ടാക്കിത്തരണമെന്ന് പറയുന്നുണ്ടല്ലോ. കുണുക്കുകൊണ്ട് ഉപയോഗിച്ച് ഒരു കാളക്കുട്ടിയെ കൊണ്ട് ഉണ്ടാക്കി കൊടുത്ത് തട്ടഹസിക്കുന്ന ശബ്ദം കേട്ടിട്ട് മോശ മലമുകളിൽ നിറങ്ങി വരുമ്പോൾ യഹോവയാകുന്ന ദൈവത്തെ അല്ലാതെ ആരാധിക്കുന്ന ഇസ്രായേൽ ജനത്തെ കണ്ടിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന കൽപ്പലക നിലത്തുടച്ച് നശിപ്പിച്ചു കളയുകയാണ്. ഞാനല്ലാതെ, യഹോവയാകുന്ന ദൈവമല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ, യഹോവയാകുന്ന ദൈവമല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. എല്ലാ ആണും ആണല്ല, എല്ലാ പെണ്ണും പെണ്ണല്ല. കർത്താവിനെ അറിയുന്ന പെൺകുട്ടി വിവാഹം കഴിക്കേണ്ടത് കർത്താവിനെ അറിയുന്നത് തന്നെയാകണം. കർത്താവിനെ അറിയുന്ന ആൺകുട്ടി വിവാഹം കഴിക്കേണ്ടത് കർത്താവിനെ അറിയുന്നത് തന്നെയാകണം. മാതാപിതാക്കളെ, നമ്മളെല്ലാം നേടിയാലും മക്കൾ നമ്മളെ തോൽപ്പിച്ചാൽ നമ്മൾ പിന്നെ തോറ്റു. മനസ്സിലാകുന്നോ? ഈ ലോകത്തിലെല്ലാം കെട്ടിപ്പടുത്താലും തല ഉയർത്തി നടത്തിയാലും മക്കൾ നമ്മളെ തോൽപ്പിച്ചാൽ പിന്നെ നമ്മുടെ തല ഒരിക്കലും ഉയരുകയില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ യുവതീ-യുവാക്കളെ, നിന്റെ തന്നിഷ്ടങ്ങൾ, നിന്റെ ആഗ്രഹങ്ങൾ നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും തല കുനിക്കാനായിട്ട് ഒരിക്കലും ഇടയാക്കരുത്. നിന്റെ അപ്പനെയും അമ്മയും തോൽപ്പിക്കുന്നതിന് ഒരിക്കലും ഇടയാകരുത്. കാനാവിലെ കല്യാണത്തിലെ ഗൃഹസ്ഥനെ നിലനിർത്തിയെങ്കിൽ അവന് തമ്പുരാൻ വലത്തും ഇടത്തും തുണയായി ദാനമായി നൽകിയവർ തൻ്റെ കൂടെ ഉണ്ടേ എന്ന ഒരു ബോധ്യം. ഒരു 10 മിനിറ്റ് കൂടെ എടുത്തോട്ടെ. ഓക്കെ, 4-ാമത്തെ കാര്യം, കർത്താവിൻ്റെ സാന്നിധ്യം എൻ്റെ ഭവനത്തിലുള്ളതിനാൽ മാറ്റമുണ്ടാക്കാൻ പറ്റുമെന്ന് ഗൃഹസ്ഥനുണ്ടാകുന്ന ബോധ്യം. 4-ാമത്തെ കാര്യം, കർത്താവിൻ്റെ ഭവനത്തിലുള്ളതാകിയാൽ
എൻ്റെ ഭവനത്തിന്, എൻ്റെ ഗ്രഹത്തിൻ്റെ പ്രതിസന്ധിക്ക് മാറ്റമുണ്ടാക്കാൻ എൻ്റെ കർത്താവിന് പറ്റുമെന്ന ബോധ്യം ഈ ഗ്രഹസ്ഥന് ഉണ്ടാകുകയാണ്. കർത്താവ് ഉള്ളത് കൊണ്ടാണ് പച്ചവെള്ളത്തെ എന്താക്കിയത്? വീഞ്ഞാക്കിയത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം, 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം. ബാലിൻ്റെ വിഗ്രഹം സേവിക്കുന്ന 450 പ്രവാചകന്മാർ, ജീവനുള്ള ദൈവം ആരുടെ ദൈവമെന്ന്, അഗ്നി ഇറക്കി ദഹിപ്പിക്കുന്ന ദൈവം ആരുടെ ദൈവമെന്ന് ഏലിയാവുമായിട്ട് മല്ലുപിടിക്കുകയാണ്. ഏലിയാവ് ആദ്യം ബാലിൻ്റെ വിഗ്രഹം സേവിക്കുന്ന 450 പ്രവാചകന്മാർക്ക് അവസരം കൊടുത്തു. അവർ ഉച്ചവരെ യാഗപീഠം പണിതുവെച്ച് ബാലെ ഇറങ്ങി വരണമേ എന്ന് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. യാഗവസ്തുവിനൊരു മാറ്റവും ഉണ്ടായില്ല. അവസാനം ഏലിയാവിന് അവസരം കൊടുത്തു. ഏലിയാവ് ഒരു യാഗപീഠം പണിതുവെച്ചു. 2 സെയ വിത്ത് വിതയ്ക്കാൻ വലിയൊരു തോടുണ്ടാക്കി. തോട്ടിൽ വെള്ളം നിറച്ചു. 4 ബക്കറ്റ് വെള്ളം യാഗവസ്തുവിന്മേൽ, വീണ്ടും 4 ബക്കറ്റ് വെള്ളം, വീണ്ടും 4 ബക്കറ്റ് വെള്ളം. എന്നിട്ട് ഏലിയാ പ്രവാചകൻ ആത്മാർത്ഥതയോടെ 2 കരവും സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് ആത്മാർത്ഥതയോടെ ഒറ്റ നിലവിളി പ്രാർത്ഥനയാ: എൻ്റെ കർത്താവേ, എന്നോടൊന്ന് ഉത്തരമരുളേണമേ. ഒറ്റപ്പെട്ടവേ പ്രാർത്ഥിച്ചുള്ളൂ. എൻ്റെ കർത്താവേ, എന്നോടൊന്ന് ഉത്തരമരുളേണമേ. അടുത്ത നിമിഷം സ്വർഗത്തീന്ന് അഗ്നി ഇറക്കി യാഗവസ്തുവിനെയും ബലിപീഠത്തെയും യഹോവയാകുന്ന ദൈവം ദഹിപ്പിച്ചു കളയുകയാണ്. മാതാപിതാക്കളെ, ഇതേ പ്രാർത്ഥന തന്നെയാണ് എൻ്റെ പുരോഹിതൻ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ 2 കരവും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കും: എൻ്റെ കർത്താവേ, എന്നോടൊന്ന് ഉത്തരമരുളേണമേ. എൻ്റെ കർത്താവേ, എന്നോടൊന്ന് ഉത്തരമരുളേണമേ. എൻ്റെ കർത്താവേ, എന്നോടൊന്ന് ഉത്തരമരുളേണമേ. അടുത്ത പ്രാർത്ഥനയോ: പരിശുദ്ധാത്മാവിറങ്ങി ഈ അപ്പത്തെ കർത്താവിൻ്റെ ശരീരവും പരിശുദ്ധാത്മാവിറങ്ങി ഈ വീഞ്ഞിനെ കർത്താവിൻ്റെ രക്തവുമായി രൂപാന്തരപ്പെടുത്തണമേ. അങ്ങനെയെങ്കിൽ ഓർക്കുക, പുരോഹിതൻ നിങ്ങളുടെ നാവിന്മേൽ തരുന്ന തീക്കട്ട അപ്പമാണോ ശരീരമാണോ? ഓർക്കപ്പറ. ശരീരം. പുരോഹിതൻ നിങ്ങളുടെ നാവിന്മേൽ തരുന്നത് വീഞ്ഞാണോ രക്തമാണോ? എന്താണ്? രക്തമാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ അപ്പമല്ല, അത് കർത്താവിൻ്റെ ശരീരമാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ വീഞ്ഞല്ല, കർത്താവിൻ്റെ രക്തമാണ്. ബലിപീഠത്തിൻ്റെ മേൽ ഇറങ്ങുന്ന പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ മേലും ഇറങ്ങുന്നുണ്ട്. മനസ്സിലാകുന്നു? വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ കാസയിലും പീലാസയിലും ഇറങ്ങിയ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സമാധാനം റൂഷ്മയായി പുരോഹിതൻ പലവട്ടം വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ ജനത്തിൻ്റെ മേൽ വാരി വിതറുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഓർക്കുക, വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ അപ്പത്തെ ശരീരമാക്കിയെങ്കിൽ, വീഞ്ഞിനെ രക്തമാക്കിയെങ്കിൽ, അതേസമയം പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ മേലും ഇറങ്ങി മാറ്റമുണ്ടാക്കുന്നുണ്ട്. കത്തോലിക്ക സഭയിലെ ഒരു സെമിനാരി വിദ്യാർത്ഥിയുടെ അമ്മയ്ക്ക് ക്യാൻസർ രോഗം പിടിപെടുകയാണ്. ഈ സെമിനാരി പഠനം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ മരിച്ചു പോകും. അപ്പോൾ ഫാക്കൽറ്റി കൂടി ഒരു തീരുമാനമെടുത്തു: മറ്റുള്ളവരെക്കാൾ മുമ്പേ ഈ യുവാവിനെ വൈദികനാക്കാം. അപ്രകാരം ഒരു തീരുമാനമെടുത്ത് തിരുമേനിമാർ കടന്നു വന്ന് വൈദികനാക്കി. അപ്പോൾ ക്യാൻസർ രോഗം വന്ന അമ്മയെ, മരിപ്പാറായ അമ്മയെ വീൽചെയറിൽ ഏറ്റവും മുമ്പിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് പുരോഹിതനായ യുവാവ് വിശുദ്ധ കുർബാന അർപ്പിക്കാനായി ബലിപീഠത്തിലേക്ക് കയറുകയാണ്. കാസായും പീലാസയും കയ്യിലെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാ: സാധാരണ അപ്പത്തെ കർത്താവിൻ്റെ ശരീരമാക്കുന്ന പരിശുദ്ധാത്മാവേ, സാധാരണ വീഞ്ഞിനെ കർത്താവിൻ്റെ രക്തമാക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ അമ്മയുടെ മേലിറങ്ങി എൻ്റെ അമ്മയ്ക്ക് സൗഖ്യം തരണമേ എന്ന് കണ്ണുനീരോടി പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ ഈ അമ്മ എഴുന്നേറ്റിട്ട് പറയുകയാണ്: ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട്. എൻ്റെ മകൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയം വലിയൊരു ശക്തി എൻ്റെ മേൽ ഇറങ്ങി വരികയും എൻ്റെ രോഗത്തിൽ നിന്ന് കർത്താവ് എനിക്ക് സൗഖ്യം തരികയും ചെയ്തു. ഓർക്കുക എൻ്റെ ജനമേ, ബലിപീഠത്തിൻ്റെ മേലിറങ്ങുന്ന പരിശുദ്ധാത്മാവ് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ ജനത്തിൻ്റെ മേലും ഇറങ്ങുന്നുണ്ട്, ജനത്തിൻ്റെ മേലും മാറ്റമുണ്ടാക്കുന്നുണ്ട്.
ഓരോ വിശുദ്ധ കുർബാന കഴിയുമ്പോഴും പുരോഹിതൻ ത്രോണോസിനോടും ബലിപീഠത്തോടുമുള്ളൊരു യാത്ര ചോദിക്കലുണ്ട്. പരിശുദ്ധ ബലിപീഠമേ, ഇനിയും ബലി അർപ്പിക്കാനായി ഈ ബലിപീഠത്തിലേക്ക് വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയുകയില്ല. വരാതിരുന്നാൽ എന്താ? വരാതിരുന്നാൽ അടുത്ത ഞായറാഴ്ച വരാൻ പറ്റാതെ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ആത്മാവിനെ നിന്റെ ത്രോണോസിന്റെ മേൽ ഓർത്തുകൊള്ളണമേ. ഓരോ വിശുദ്ധ കുർബാനയും ഒരു വിശ്വാസി, ഒരു പുരോഹിതന്റെ ജീവിതത്തിലെ അവസാനത്തെ കുർബാനയാണ്. മനസ്സിലാകുന്നു? അടുത്ത ഞായറാഴ്ച ചൊല്ലണമെങ്കിൽ ആര് വിചാരിക്കണം? ഉറക്കെ പറ. ആര് വിചാരിക്കണം? ദൈവം വിചാരിക്കണം. ഈ ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച വിശ്വാസിയെ നീ പള്ളിയിൽ വന്ന് ആരാധനയെ സംബന്ധിക്കണമെങ്കിൽ ആര് വിചാരിക്കണം? ഉറക്കെ പറ. ഉറക്കെ പറ. ദൈവം വിചാരിക്കണം. ദൈവം വിചാരിക്കണം. അടുത്ത ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാന അവസാനത്തെ കുർബാനയാണെന്ന തോന്നൽ ഉള്ളിൽ ഉണ്ടെങ്കിൽ 7:30 വരുമോ, 8:30 വരുമോ, 9:30 വരുമോ? ഉറക്കെ പറ. ഉറക്കെ പറ. 7:30 വരും. അവസാനത്തെ കുർബാനയാണെന്ന് തോന്നലുണ്ടെങ്കിൽ 7:30 വരും. പരിയമ്പർത്തിരിക്കത്തില്ല, ഓഫീസിൽ പോയി ഇരിക്കത്തില്ല, അരമതിലേൽ ഇരിക്കത്തില്ല. ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കും. കരഞ്ഞുകൊണ്ടേ നിൽക്കത്തുള്ളൂ. കരഞ്ഞുകൊണ്ടേ നിൽക്കത്തുള്ളൂ. ഹൃദയം നുറുങ്ങിയേ നിൽക്കത്തുള്ളൂ. അനുതാപത്തോടെ നിൽക്കത്തുള്ളൂ. മനസ്സിലാകുന്നോ? ഓരോ വിശുദ്ധ കുർബാനയും അവസാനത്തെ കുർബാനയാണ്. ഇനി ഓർക്കുക, കുർബാനയ്ക്ക് ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കേണ്ടത് ദരിദ്രനാണോ സമ്പന്നനാണോ? ഉറക്കെ പറ. ദൈവം അനുഗ്രഹിച്ചു എന്ന് നമ്മൾ കരുതുന്നത് സമ്പന്നനെയാണോ ദരിദ്രനെയാണോ? ആരെയാണ്? സമ്പന്നനെയല്ലേ. ദൈവം അവനെ വാരിക്കോടി അനുഗ്രഹിച്ചു, ദൈവം അവനെ സമ്പന്നനാക്കി. അപ്പം ദൈവം അനുഗ്രഹിച്ചേക്കുന്നത് സമ്പന്നനെയാണോ ദരിദ്രനെയാണോ? ആരെയാണ്? സമ്പന്നനെയാണ്. സമ്പന്നൻ വന്ന് എവിടെ നിൽക്കണം? എവിടെ നിൽക്കണം? ഏറ്റവും മുമ്പിൽ വന്ന് നിൽക്കണം. ഈ സമ്പന്നൻ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് ദരിദ്രന് തോന്നണം, ദൈവമേ, എന്നും അവൻ മുമ്പിൽ വന്ന് നിന്ന് നിന്റെ ബലിപീഠത്തോടടുത്ത് നിന്നത് കൊണ്ടാണല്ലോ നീ ഇവനെ സമ്പന്നനാക്കിയത്. അതുകൊണ്ട് ഞാനും എവിടെ വന്ന് നിൽക്കുന്നു? എവിടെ വന്ന് നിൽക്കുന്നു? മുമ്പിൽ വന്ന് നിൽക്കുന്നു. വിദ്യാഭ്യാസമുള്ളവൻ വേണം മുമ്പിൽ വന്ന് നിൽക്കാൻ, വിദ്യാഭ്യാസം ഇല്ലാത്തവൻ വേണം മുമ്പിൽ വന്ന് നിൽക്കാൻ. വിദ്യാഭ്യാസമുള്ളവൻ, മനസ്സിലാകുന്നു? ദൈവം കൂടുതൽ അനുഗ്രഹിച്ചേക്കുന്നത് വിദ്യാഭ്യാസമുള്ളവനെയാണ്. വിദ്യാഭ്യാസമുള്ളവൻ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവൻ കരുതണം, ദൈവമേ, ഇവനെ ഇത്രത്തോളം നിന്റെ ജ്ഞാനം കൊണ്ട് നിറച്ചത് നിന്റെ ബലിപീഠത്തോട് അടുത്ത് നിന്നത് കൊണ്ടാണ്. ഞാനും ഇവിടെ വന്ന് നിൽക്കുന്നു, മുമ്പിൽ വന്ന് നിൽക്കുന്നു. നിങ്ങളെല്ലാം വിശുദ്ധന്മാരാ. നിങ്ങളെ ആരെ എനിക്കറിയത്തില്ല. എൻ്റെ ബന്ധുക്കാർ 2 പേരേ ഉള്ളൂ, വേറെ ആരെ എനിക്കറിയത്തില്ല. പള്ളിയിൽ ഏറ്റവും കൂടുതൽ പുരോഹിതൻ്റെയും ദേവാലയത്തിൻ്റെയും സമാധാനം കളഞ്ഞ് തീ കോരി ഇടുന്നവൻ സമ്പന്നനാണോ ദരിദ്രനാണോ? ഉറക്കപ്പറ. ഉറക്കപ്പറ. സമ്പന്നനാണ്. എൻ്റെ 18 വർഷക്കാലമുള്ള പൗരോഹിത്യത്തിൽ ദേവാലയത്തിൻ്റെയും പുരോഹിതന്റെയും സമാധാനം കളഞ്ഞേക്കുന്നത് സമ്പന്നനാണ്. ഇനി ഓർക്കുക, വിദ്യാഭ്യാസമുള്ളവനാണോ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണോ സമാധാനം കളഞ്ഞേക്കുന്നത്? ആരാണ്? വിദ്യാഭ്യാസമുള്ളവനാണ്. ദൈവം അനുഗ്രഹിച്ച് ജ്ഞാനമുണ്ട്, അറിവുണ്ടെന്ന് കരുതുന്നവനാണ് ആദ്യം ചൂണ്ടുവിരലുമായി ദൈവത്തിന്റെ പുരോഹിതനോടും ദേവാലയത്തോടും മല്ലുപിടിക്കാൻ വരുന്നത്. ഒരു ദരിദ്രനും ഒരു വിദ്യാഭ്യാസമില്ലാത്തവനും പള്ളിയെയും പട്ടക്കാരെയും ദ്രോഹിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. വളർത്താൻ ഒരു നിമിഷം, തളർത്താനും ഒരു നിമിഷം. വളരുന്നവനെ തളർത്താനും തമ്പുരാൻ ഒരു നിമിഷം മതി. അതുകൊണ്ട് ഓർക്കുക എൻ്റെ ജനമേ, ജ്ഞാനമൊന്നും എൻ്റേതല്ല, അറിവൊന്നും എൻ്റേതല്ല, സമ്പത്തൊന്നും എൻ്റേതല്ല, ആരോഗ്യമൊന്നും എൻ്റേതല്ല. തമ്പുരാനേ, തന്ന 2 കാലുകൊണ്ട് കുഴിമാടം വരെ എന്ന് പോകുന്നു, അതുവരെ നിന്റെ ആലയത്തിൽ ഒന്ന് വരാനുള്ള ഭാഗ്യം എനിക്കെങ്കിൽ കിട്ടിയാൽ മതി, എനിക്ക് കിട്ടിയാൽ മതി. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യവും യോഗവും. ശിമോൻ എന്ന വൃദ്ധനും ഹന്ന എന്ന വിധവയും അവിടെ വാർദ്ധക്യം വരെ ദേവാലയത്തിലായിരുന്നതും അതൊരു ഭാഗ്യമാണ്. വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് മാതാപിതാക്കളെ. ആദ്യ ഭാഗത്തേക്ക് കടന്നു വരാം. രാജാവിൻ്റെ രാജസന്നിധിയിൽ കടന്നു വന്നിട്ട് ദരിദ്രനാകുന്ന ഭൃത്യൻ പറയുകയാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല.
കിട്ടാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ആരും നിരാശപ്പെടരുത്. കിട്ടിയ കാര്യങ്ങളെ ഓർത്ത് തമ്പുരാൻ്റെ മുമ്പാകെ നന്ദി സ്തോത്രവുമുള്ളവരാകണം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതിരുന്നൊരു മനുഷ്യൻ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിരാശനാകാതിരുന്ന ഒരു ഗൃഹസ്ഥൻ്റെ ജീവിതാനുഭവങ്ങൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിന് 1 മുതലുള്ള വാക്യങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ട് പഴകിയ വചനം കേട്ടുള്ളൂ ഒരു വേദഭാഗം. പക്ഷേ ആ വേദഭാഗത്തിൽ പറയപ്പെടാത്ത ഒരു ഗൃഹസ്ഥൻ, ആ കാനാവിലെ കല്യാണം ഏറ്റവും നല്ലതാകണമെന്ന് ആഗ്രഹിച്ച ഗൃഹസ്ഥൻ, ആ കല്യാണത്തിന് മുഴുവൻ നെറ്റിയിലെ വേർപ്പെടുക്കുന്ന ഗൃഹസ്ഥൻ, ആ കല്യാണത്തിന് കുറവ് വന്നാൽ ആദ്യ ഹൃദയം തകരുന്ന ഗൃഹസ്ഥൻ, അവനെ നിലനിർത്തിയെങ്കിൽ 3-4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ കരമാണ് തന്നെ നടത്തുന്നത് എന്ന ബോധ്യം. പ്രാർത്ഥന എന്ന ഹൃദയബന്ധം. എന്താണ് പ്രാർത്ഥന? എൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ മനസ്സിലേക്കും ദൈവത്തിൻ്റെ മനസ്സിനെ എൻ്റെ ഹൃദയത്തിലേക്കും. പ്രാർത്ഥന മാത്രം പോരാ, പ്രവൃത്തിയും കൂടി വേണം. പ്രാർത്ഥന കേൾക്കുന്നത് എപ്പോഴാണ്? ചുറ്റുവട്ടങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നത്. ഒന്നാമത് നടത്തുന്ന ദൈവം, രണ്ടാമത് കരത്തിലെടുക്കുന്ന ദൈവം. അല്പമാരോഗ്യമുള്ളപ്പോൾ നടത്തും, അവശനാകുമ്പോൾ 2 കരത്തിലും എടുത്ത് മാറോട് ചേർക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ആടെ ഏറ്റവും ബലഹീനമായപ്പോഴാണ് ഇടയൻ തൻ്റെ മാറോട് ചേർത്ത് എടുക്കുന്നതും. കർത്താവിൻ്റെ കരത്തിലിരിക്കാൻ ഭാഗ്യം കിട്ടുന്നതും അതുതന്നെയാണ്. ആർക്കുമില്ലാത്ത ചില ഭാരങ്ങൾ, ആർക്കുമില്ലാത്ത ചില പ്രതിസന്ധികൾ വരുമ്പോഴോർക്കുക, കർത്താവിൻ്റെ കരത്തിലിരിക്കാൻ ഭാഗ്യം കിട്ടും. മൂന്നാമത്, വലത്ത് തമ്പുരാൻ നൽകിയ തുണ, അതിൽ ഇടത്ത് തമ്പുരാൻ ദാനമായ മക്കൾ, ഭാര്യയും മക്കളും അപ്പനോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഒരപ്പനും തകല കുനിക്കാൻ ഇടയാകത്തില്ല. ഒരപ്പൻ്റെയും ഹൃദയവും ഒരിക്കലും തകരാനും ഇടയായി തീരുകയുമില്ല. അവസാനമായി, കാനാവിലെ കല്യാണത്തിന് കർത്താവുണ്ടെങ്കിൽ എൻ്റെ ഭവനത്തിൽ മാറ്റമുണ്ടാക്കാൻ എൻ്റെ കർത്താവിന് പറ്റുമെന്ന ഗൃഹസ്ഥൻ്റെ ഒരു ബോധ്യം. അതങ്ങനെയാണ്. ഏലിയാ പ്രവാചകൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി യാഗവസ്തുവിനെയും ബലിപീഠത്തെ ദഹിപ്പിച്ചു. എൻ്റെ കർത്താവേ, എന്നോടൊന്ന് ഉത്തരമരുളേണമേ. എൻ്റെ പുരോഹിതനും വിശുദ്ധ കുർബാന മധ്യേ തമ്പുരാനോട് നിലവിളിച്ചിട്ട് പരിശുദ്ധാത്മാവിറക്കി അപ്പത്തെ ശരീരമാക്കുന്നുവെങ്കിൽ, വീഞ്ഞിനെ രക്തമാക്കുന്നുവെങ്കിൽ, ആ പരിശുദ്ധാത്മാവ് എൻ്റെ ജനമേ നിങ്ങളുടെ മേലും ഇറങ്ങുന്നുണ്ട്. കരഞ്ഞോണ്ടേ വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കാവുള്ളൂ. അനുതാപത്തോടുകൂടി മാത്രമേ വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കാവുള്ളൂ. ഭയത്തോടുകൂടി മാത്രമേ വിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കാവുള്ളൂ. തോന്നുന്നത് പോലെ വരരുത്, തോന്നുന്നത് പോലെ പോകുകയും ചെയ്യരുത്. ഓരോ വിശുദ്ധ കുർബാനയും അവസാനത്തെ കുർബാനയാണെന്ന ബോധ്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഈ പരിശുദ്ധൻ്റെ മണ്ണിൽ നിൽപ്പാൻ, നിങ്ങളുടെ മുമ്പാകെയും നിൽപ്പാൻ ദൈവം ഒരവസരം നൽകിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു.